ഹലോ ഗായ്സ്, ഇന്ന് കണ്ണൂർ ജില്ലയ്ക്ക് റെഡ് അലേർട്ട് കേട്ടോ. അപ്പം നമുക്ക് കോളേജിൽ സ്റ്റുഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ ഫാക്കൽറ്റീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഫിനിഷ് ചെയ്തായിരുന്നു. ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സോ അതിൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറേ കോളേജിലെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കോളേജിൽ വർക്കിംഗ് ആയിരുന്നു. ഇപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിപ്പോൾ ഈ ഡേറ്റ് ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 2 ആഴ്ചേൻ്റെ അടുത്തെങ്ങാണ്ടായി നമ്മൾ ബ്രേക്ക് എടുക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് പോവുക കേട്ടോ. നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം നല്ല ചാറ്റൽ മഴയായിരുന്നു. അങ്ങനെ വലിയ ഹെവി റെയിനൊന്നുമല്ല, ചെറുങ്ങനെ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ദൂരം നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എക്കാലിൽ വണ്ടി വെക്കാം എന്ന് തീരുമാനിച്ചിട്ടാട്ടോ പോയത്. എക്കാൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മെയിൻ സ്റ്റോപ്പാണ്. സോ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബസ്സിന് പോകാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ അവിടെ എത്തി, വണ്ടി പാർക്ക് ചെയ്തു. ബസ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ബസ് വന്നത്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി അഞ്ചരക്കണ്ടി എത്തി. അഞ്ചരക്കണ്ടി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വാമപ്പ് തുടങ്ങി. വാമപ്പ് സെഷൻ്റെ ഇടയ്ക്ക് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഫൈനലായിട്ടുണ്ടായിരുന്നു വാമപ്പ് ചെയ്തിട്ട്. അങ്ങനെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു. കാരണം കുറേ ദിവസമായിട്ട് വരാത്തത് കൊണ്ട് നമുക്ക് ഫസ്റ്റ് മുതൽ ആദ്യമായിട്ട് വരുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. പിന്നെ നമ്മൾ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് മുകളിലോട്ടേക്ക് പോയിട്ടോ. അവിടെയാണ് നമുക്ക് വെയിറ്റ് ലിഫ്റ്റിങ്ങും അങ്ങനത്തെ എക്സസൈസും കാര്യങ്ങളും മെഷീൻസൊക്കെ ഉള്ളത്. സോ മുകളിൽ പോയിട്ട് അവിടെ നിന്ന് ഇവൾ കഷ്ടപ്പെട്ട് വെയിറ്റ് എടുക്കുകയാണ്. കാണുമ്പോൾ വലിയ വെയിറ്റ് ഉണ്ടെന്ന് തോന്നുമെങ്കിലും 2.5 ഒക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ എക്സസൈസ് ഞങ്ങളിന്ന് ഫസ്റ്റ് ടൈം ആട്ടോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ റീസെൻ്റായിട്ട് ജിമ്മിൽ വരാൻ തുടങ്ങിയെന്ന്. സോ അത് ഭയങ്കര പെയിനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൾ പറഞ്ഞതാണ്, ഒരു 10 മിനിറ്റ് ട്രെഡ്മില്ലും കൂടെ കയറിയിട്ട് പോവാന്ന്. സോ നമ്മൾ പോകുന്നതിൻ്റെ കുറച്ച് നേരം മുന്നേ വേഗം പോയി ട്രെഡ്മില്ലും കയറി നമുക്കൊരു 30 കാലറീസൊക്കെ ബേൺ ആയിട്ടുള്ളൂ. പിന്നെ അങ്ങനെ തന്നെ പുറത്തിറങ്ങിയപ്പം അടിപൊളി വ്യൂ ആയിരുന്നു. ഫുള്ള് കോടയായിരുന്നു കേട്ടോ. അപ്പോൾ ജിമ്മും കഴിഞ്ഞിട്ട് ഇതിനാണെങ്കിൽ വിശന്നിട്ട് കുറേ നേരം ഇങ്ങനെ പറയാം, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോഴല്ലേ കുറച്ച് എക്സസൈസ് ചെയ്ത് കാലറീസൊക്കെ ബേണാക്കി ഇപ്പം തന്നെ കഴിക്കണമെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ബസ് വന്നു. ബസ് കയറി നമ്മൾ 2 പേരും കൂടെ കുറച്ച് കളിച്ചും ചിരിച്ചൊക്കെ നമ്മൾ ഇവിടെ എത്തി. എക്കാലിലെത്തിയിട്ട് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നതെന്ന്. നമ്മൾ കുറച്ച് ഉള്ളോട്ടൊക്കെ കേട്ടോ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അവിടെ ഇനി വേറെ വല്ല ബസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും പാർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ട് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ദൂരെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളോട് കിടന്ന് പറയാണ്, വേഗം വീഡിയോസ് എടുക്കുക. കാരണം ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഈ ഒരു റൂട്ടുണ്ടല്ലോ, ഈ റൂട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കയറി കഴിയുമ്പോഴേക്കും ഫുള്ള് കോടയായിരുന്നു. അപ്പോൾ അങ്ങനെ ഹോസ്റ്റലിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.